So, hey guys and welcome back to our YouTube channel Lots of Entertainment. Guys, നമ്മൾ കുറച്ച് നാളായിട്ട് ബിസി ആയിരുന്നു. സോ അതുകൊണ്ട് റിയാക്ഷൻ ഒന്നും ആവുന്നില്ല. ബട്ട് നമ്മൾ എന്തായാലും എല്ലാം റിയാക്ട് ചെയ്യാൻ പോകുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈക്കോ എന്ന് വെച്ചാൽ ഈക്കോ എക്കോ എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. സോ നമ്മുടെ സംഗീത് പ്രതാപിൻ്റെ അടുത്ത പടമാണ് ഗൈസ്. സംഗീത് പ്രതാപ് അല്ല ഗൈസ്, പ്രദീപിൻ്റെ അടുത്ത പടം വിത്ത് ദ കിഷ്കിൻഡർഗാർട്ടൻ ടീം. അതിൻ്റെ പോസ്റ്റർ ഭയങ്കര കില്ലായിരുന്നു. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ ടീസർ കണ്ടു നോക്കാം. ടീസർ 2 മിനിറ്റ് 3 സെക്കൻഡ് ഉണ്ട് ഗൈസ് ടീസർ. സോ വരൂ ഗൈസ്, നമുക്ക് എന്തായാലും ടീസർ കണ്ടു നോക്കാം. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടോ? സോ അതൊക്കെ കമൻറ്റിൽ പറയുക. നമുക്ക് നേരെ എന്തായാലും ടീസർ കാണാം. ഫസ്റ്റ് നമ്മുടെ ഇന്നത്തെ റിയാക്ഷൻ്റെ ഫസ്റ്റ് വീഡിയോ ഇത് ഇന്നലെ ഇറങ്ങിയതാട്ടോ. The Japanese divisions are facing heavy resistance in Malaya. Malaysia. Casualties are rising as the occupation becomes increasingly stringent, asserting pressure across the supply routes. Final chapter of the animal trilogy. ഈ മലേഷ്യക്കും ബർമയ്ക്കും സിംഗപ്പൂരിനും ഒക്കെ ആളുകൾ കപ്പൽ കയറുന്നേ പണ്ട് സ്ഥിരമായിരുന്നു. INA ചേരാൻ പോയതുപോലെ ഓർക്കുന്നില്ലേ? നിലവിൽ ഈ ബ്രീഡിന്റെ നല്ല തന്തയ്ക്ക് പറഞ്ഞ വെർഷൻ ഉള്ളത് നിങ്ങളുടെ ഈ കാട്ടുകുത്തി മാത്രം. അല്ല, ഈ മലേഷ്യൻ പട്ടങ്ങൾ എങ്ങനെ നമ്മുടെ ആട്ട് വന്നിട്ട് ഈ നായക്കളെ ബ്രീഡ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ആരെങ്കിലും മെനക്കെട്ട് വന്ന് താമസിക്കുമോ? പണ്ട് ജിം കോർബറ്റ് പോയി പാറമടയിൽ തങ്ങിയ കഥ വായിച്ചിട്ടുണ്ട്. They even supply dogs to military and police in India. കിഷ്കിൻഡർഗാർട്ടൻ സർവീസിലിരുന്ന കാലം മുഴുവൻ ഞാൻ ആഗ്രഹിച്ചതാ കുര്യച്ചനെന്ന് പെട്ടുകാണ്. കുറിയച്ചനെ തീർക്കാൻ 100 പേരുണ്ടെങ്കിൽ 100 വിധ കാരണങ്ങളും ഉണ്ടാവും. പല സ്ഥലങ്ങളിൽ വീട് മരിച്ചവരുണ്ട്, പുഴയിൽ മുങ്ങിയവരുണ്ട്, മെയിൻ കട്ട് ചെയ്തവരുണ്ട്, ആക്സിഡൻസ് ഉണ്ട്. പലജാതി ടീമുകളാ കറങ്ങിടക്കുന്നത്. ആ കാട്ടുപോകുന്നാണെങ്കിൽ കാറ്റ് വിസിലടിക്കുന്ന സ്ഥലം. കരഞ്ഞാൽ പോലും ആരും കേൾക്കുക. Echo from the Infinite Chronicles of Kuriyacha. ഓക്കെ ഗൈസ്, ആക്ച്വലി ടീസർ കൊള്ളാം. കാരണം ആ ഒരു ടീസറിൽ ഭയങ്കര മിസ്റ്ററിക്കലായിട്ടുള്ള മിസ്റ്ററി കീപ്പ് ചെയ്യുന്നുണ്ട് അവർ. നമ്മൾ കിഷ്കിൻഡർഗാർട്ടൻ കണ്ട പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഗൈസ് ഇത്. എന്ന് വെച്ചാൽ ഭയങ്കര മിസ്റ്ററി കീപ്പ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഞാൻ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇതൊരു അടുത്തൊരു സൂപ്പർ ഹീറോ പടമാണ്. എന്നല്ല, അങ്ങനത്തെ ഉള്ള കഥയൊന്നും അല്ല. ഇതിൻ്റെ വെറൈറ്റി സംഭവമാണ് ഗൈസ്. സോ കാണുമ്പോൾ നമുക്ക് കൊള്ളാം, ഒരു വെറൈറ്റി സംഭവമാണ്. സംഗീത് പ്രദീപിനെ അറിയാലോ, പുള്ളി ഇപ്പോൾ ഒരു അടുത്തൊരു സ്റ്റെപ്പ്. പുള്ളിക്ക് പടക്കളം കൊടുത്തൊരു ഹിറ്റുണ്ട്, അത് പുള്ളി കീപ്പ് ചെയ്യട്ടെ. ആൻഡ് ദിസ് ലുക്സ് ഡിഫറെൻറ്റ് ആക്ച്വലി ഗൈസ്. നമ്മൾ ബാക്കിയുള്ള ഒരു പടം കാണുന്ന പോലെ ഒരു ഇത് തോന്നുന്നില്ല എനിക്ക്. കാണുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ എന്തായാലും കൊള്ളാം. സോ പുള്ളി എങ്ങനെ ഇത് കീപ്പ് ചെയ്യാൻ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിൻഡർഗാർട്ടൻ, അതാണ് ഗൈസ് നമുക്കൊരു ഗ്യാരണ്ടി ചെയ്യുന്നത്. സോ ഒരു വെറൈറ്റി ടീസർ ആയിരുന്നു. എന്തോ ഡോഗ്സ് ബ്രീഡിങ് ആൻഡ് മലേഷ്യ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ജപ്പാനിലുള്ള ഒരു മലായി എന്ന് അങ്ങനെ പറയുന്നുണ്ട്. സോ എനിക്കൊന്ന് ഡോഗ്സിനെ ബ്രീഡ് ചെയ്യാൻ ഇത്രയും ദൂരം വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലിറ്ററലി ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കണ്ടന്റ് ആണെന്ന് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. സോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് റിയാക്ഷൻ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, മറക്കരുത്. നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇനി 3 സബ്സ്ക്രൈബേഴ്സും കൂടെ മതിയെന്ന് തോന്നുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് 300 സബ്സ്ക്രൈബേഴ്സിലേക്കാണ്, അടുത്ത റോഡിലേക്ക്. സോ നമുക്ക് എങ്ങനെയും 1K ആക്കണം ഗൈസ്, അതാണ് എൻ്റെ ലക്ഷ്യം. സോ നമുക്ക് 100K ഒക്കെ വയ്യടിക്കാം, പക്ഷെ 1K ആണ് നമ്മുടെ ലക്ഷ്യം. സോ അത് കഴിഞ്ഞിട്ട് സോ ഗൈസ്, നിങ്ങൾക്ക് ടീച്ചർ കണ്ടിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ അതും കൂടെ പറയുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.